ക്രിസ്മസ് ആഘോഷം പടിവാതിൽക്കൽ എത്തി നിൽക്കെ കൊച്ചി ബ്രോഡ്വേയിൽ കച്ചവടം പൊടിപൊടിക്കുകയാണ്. നക്ഷത്രങ്ങൾ, LED ലൈറ്റുകൾ, ക്രിസ്മസ് ട്രീകൾ എന്നിങ്ങനെ ക്രിസ്മസ് അലങ്കാരത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ബ്രോഡ്വേയിൽ കിട്ടും. രാത്രിയിലെ മനോഹര കാഴ്ച കാണാനും നിരവധി ആളുകളാണ് എത്തുന്നത്. ക്രിസ്മസിനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ കൊച്ചിക്കാർ ഓടിയെത്തുന്ന ഒരു സ്ഥലമുണ്ട്. അവിടുത്തെ വർണ്ണ കാഴ്ചകളിലേക്കാണ്. സീസൺ പെട്ടെന്നാണ് സ്റ്റാർട്ട് ചെയ്ത് വന്നത്. ജനത്തിരക്കായി കൊണ്ടിരിക്കുകയാണ്. ഇനി പിക്കപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. വന്നാലും അല്ല, കഴിഞ്ഞ വർഷത്തേക്കാൾ തന്നെ കൂടുതലായിട്ട് ബിസിനസ് കൂടിയിരിക്കുകയാണ്. തിരക്കുണ്ടാവാറുണ്ട്. ഇത്രയധികം തിരക്ക് ഇതുവരെയായിട്ട് അനുഭവപ്പെട്ടിട്ടില്ല. ഇനിയും തിരക്കുകൾ കേരളത്തിലെ നമ്പർ 1 ബസാറാണ് മെത്ര ബസാർ എന്ന് പറഞ്ഞത്. അതിൻ്റെ പേരിൽ എല്ലാ ജനങ്ങളും നമ്മൾ മെത്ര ബസാറിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലത്തെ കോമാളി സാധനങ്ങളൊക്കെ തന്നെ എനിക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ. തൊപ്പി, മാസ്ക്, പിന്നെ കുറെ ലൈറ്റുകളൊക്കെ ഇല്ലേ. എനിക്ക് ഇതുപോലത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടം. എല്ലാം വാങ്ങാൻ തുടങ്ങുള്ളൂ. ഇനിയുള്ള ലാസ്റ്റ് മിനിറ്റിലെ തിരക്ക് ഒഴിവാക്കാനായിട്ട് ഇപ്പോഴേ ഇറങ്ങിക്കഴിഞ്ഞാൽ സാധനം മേടിക്കാൻ പറ്റുള്ളൂ. ലാസ്റ്റ് മിനിറ്റ് കഴിഞ്ഞ പ്രാവശ്യം പല സാധനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ പ്രാവശ്യം നേരത്തെ ഇറങ്ങിയതാണ്. ഒരു ക്രിസ്മസിൻ്റെ വൈബൊക്കെ ഇപ്പോഴേ വന്നിട്ടുണ്ട്. എല്ലാവരും കുറേ പേര് ക്രിസ്മസ് ആയിട്ട് ഇപ്പോൾ കാണാൻ ഇറങ്ങിയേക്കാണ്. ഇനി അടുത്ത ആഴ്ച ചിലപ്പോൾ അതിൻ്റെ പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങുമായിരിക്കും. അത്യാവശ്യം തിരക്കുണ്ട്. നല്ല തിരക്കാണ് എല്ലായിടത്തും. ഞാൻ ഇവിടെ നിന്ന് ഇപ്പം ഓരോ ഡ്രസ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും നല്ല സാധനങ്ങൾ കിട്ടുന്നുണ്ട്. അടിപൊളിയാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ ഒരു 2017 തൊട്ട് വരുന്നുണ്ട്. അപ്പം എല്ലാ വർഷവും കാണാൻ നല്ല ഭംഗിയാണ്. ഉള്ളൂ 68 തൊട്ട് സ്റ്റാർട്ടിങ് ആണ് കുഞ്ഞു മക്കളുടെ ഡ്രസ്സ്. ഒരു 0 വയസ്സ് തൊട്ട് 38-40 വയസ്സ് വരെയുള്ളവരുടെ ഡ്രസ്സ് നമ്മുടെ ഇത് എന്നിട്ട് പോകുന്നുണ്ട്. ഒന്ന് നല്ല രീതിയിൽ പോയിട്ടുണ്ട്. ബിസിനസ് ഒന്ന് നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ചെറിയ വിലക്കാണ് കൊടുക്കുന്നത്. ഇവിടെ മേത്ര ബസാർ എന്ന് പറഞ്ഞാൽ ബ്രോഡ്വേയിലെ ഹോൾസെയിൽ ബസാറാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് റീറ്റെയിൽ റേറ്റിന് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ട് തൊപ്പികളൊക്കെ നല്ല സ്പെഷ്യലായിട്ട് തൊപ്പികളുണ്ടായിരുന്നു. പിന്നെ ഡെക്കറേഷൻസൊക്കെ ഒത്തിരി ഡെക്കറേഷൻസൊക്കെ പ്രശ്നം അവൈലബിൾ ആണ്. ജയിലർ, വിക്രം, റോളക്സ്, ചന്ദനം, പുഷ്പ, കറുപ്പ്, കുറുപ്പ്, കിളി പോയി എല്ലാ ഐറ്റവും ഉണ്ട്. KGF ആണെങ്കിൽ KGF അറിയാം, നേരെ അറിയാം. CBI ആണെങ്കിൽ നേരെ അറിയാം, CBI അറിയാം. 1996 ഭാഷയുണ്ട്, ഭാഷ അറുതിയുണ്ട്. ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഷാർട്ടിക്ക് 100-150 ഏറ്റവും കുറഞ്ഞ റേറ്റ് തൊട്ടിട്ടുണ്ട്. വെൽവെറ്റിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് വെൽവെറ്റിൻ്റെ. പിന്നെ അല്ലാതെ സാധാരണക്കാർക്കുള്ള 100 രൂപയുടെ ഷാറുകളൊക്കെ ഉണ്ട്, 50 ഉണ്ട് സാധാരണക്കാർക്കുള്ള ഷാറുകളൊക്കെ. ഏറ്റവും വില കൂടിയ ഷാറ് 350 രൂപയൊക്കെ വരും. വെറൈറ്റീസ് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റും. LED സ്റ്റാറിലൊക്കെ കുറച്ച് വെറൈറ്റീസ് ആയിട്ട് കാണുന്നുണ്ട്. അല്ലാതെ കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ പറയാനില്ല. കുറച്ച് വരണം തന്നെ. പിന്നെ ഓരോ പേരുകൾ ഓരോരുത്തർ ഇടുന്നതല്ലേ, ഇന്ന സ്റ്റാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ഓരോ സ്ഥലത്ത് ഓരോ പേരിടും. അതാണ്. അല്ലാതെ പ്രത്യേകമായിട്ടൊരു മോണോപോളി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. യൂട്യൂബിലൂടെ പൈസ ഉണ്ടാക്കാമെന്നുള്ള ഒറ്റ ഇതാണ് കുറേ യുവാക്കൾ, യുവതികളും. ജസ്റ്റ് നിങ്ങൾ തന്നെ ഇവിടെ വാച്ച് ചെയ്ത് അറിയാൻ പറ്റും. 4-5 പേര് കുറേ ഫോണും പിടിച്ചും കൊണ്ട് തലങ്ങും നിന്നിട്ട് ഫോട്ടോ എടുക്കുക.
അത് ഞങ്ങളുടെയൊക്കെ ഒരു ബിസിനസ്സിനെ വളരെയായിട്ട് ബാധിക്കുകയാണ്. ഫ്രീഡമായിട്ട് കുറച്ച് ഫാമിലി ആരെങ്കിലും വന്ന് പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. കാരണം 4 പേരിങ്ങനെ വളഞ്ഞു നിന്ന് ഓരോ ആക്ഷനിലൊക്കെ നിന്നിട്ട് അവർ വീഡിയോ, അത് യൂട്യൂബിലിടുക, ഇൻസ്റ്റഗ്രാമിലിടുക, ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വ്യത്യസ്തതകളാണ് ഇത്തവണ ക്രിസ്മസിനായി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിക്കാരുടെ ക്രിസ്മസ് ഇത്തവണ കളറാവും. ബിനു ഈശ്വരമംഗലത്തിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊച്ചി.